ആൻഡ് വളാഞ്ചേരി റോഡ് സേൽ കോൾ ടു ഓർഡർ. ഇന്ന് 973 സെഷനാണ്. വളരെ മനോഹരമായ ഒരു സുപ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ നമുക്ക് തുടക്കം കുറിക്കാം. വെൽക്കം സ്പീച്ചിനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ ശ്രീജന ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ ടീച്ചർ, കേൾക്കുന്നില്ല. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് ഓക്കെയാണ്. മനോഹരമായ സുപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 973 കോഫി ടോക്കിന്റെ ഈ ഒരു കോഫി ടോക്കിലേക്ക് നമ്മുടെ സ്വന്തം എന്താ പറയാ മനോഹരമായ മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് വന്ന നമ്മുടെ സ്വന്തം ചെയർമാൻ മനോജ് സാറ് ഈ വേദിയിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ് കൈകാര്യം ചെയ്യാൻ വന്നത് ഷെരീഫ് കേറ്റി, ഞങ്ങളുടെ ഈ വർഷത്തെ 2026 സോൺ ട്രെയിനർ വർക്ക്ഷോപ്പിന്റെ ആദ്യത്തെ ബാച്ചിലെ ഒരു പാർട്ടിസിപ്പന്റ് കൂടിയായിരുന്നു. ഞങ്ങളെ കൊളീഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മട്ടന്നൂരാണ്, മട്ടന്നൂര് തന്നെയാണെന്ന് തോന്നുന്നു. രജനി മാമും പ്രൊഫഷണൽ സോൺ ട്രെയിനറായിട്ട് നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് പൂർത്തിയാക്കാൻ വന്ന പാനസോണിക് മാനേജർ ഷെരീഫ് കേറ്റിയെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ പറയാതിരിക്കാൻ വയ്യ ഹിഷാം സാറെ, കാരണം കോഫൗണ്ടർ എന്ന് വേണമെങ്കിൽ കോഫി ടോക്കിന്റെ കോഫൗണ്ടർ ആയിട്ടുള്ള ഹിഷാം സാറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ശ്രീജിത്ത് സാർ, രേഖാമ്മൻ, മുജീബ് സാർ, ഇവരെയും സന്തോഷത്തോടു കൂടി ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ എല്ലോ പ്രസിഡന്റുമാരായ നിതിൻ സാർ, അതേപോലെ തന്നെ ജിനി സെബാസ്റ്റ്യൻ മാം, ഇവരെയും വേദിയിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. എന്നും മനോഹരമായ പോസ്റ്ററുകൾ ഓരോ ദിവസവും മുമ്പേ നമുക്ക് അയച്ചു തരുന്നത് നമ്മുടെ മലേഷ്യയിൽ നിന്നുള്ള ഉസ്മാൻ ബ്രോയാണ്. ഉസ്മാൻ ബ്രോയെ സന്തോഷത്തോടു കൂടി ഹാർദവുമായി സ്വാഗതം ചെയ്യാണ്. കൂടാതെ നമ്മുടെ പറയുകയാണെങ്കിൽ കാരണവന്മാരായിട്ട് കുറെ പേരുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് കർക്കിടവാവ് ആയതുകൊണ്ട് തന്നെ കാരണവന്മാരെ നമ്മൾ സ്മരിക്കണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദിയിലെ എന്നും സ്ഥിരമായിട്ടുള്ള നമ്മുടെ കബീർ സാറ്, അത്ര പ്രായമൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കബീർ സാർ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ബേബി സാറ്, പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് തോന്നുന്നില്ല നമ്മുടെ നാഗേഷ് സാറെ കാണാറില്ല, USA-ലാണ്, ഇവിടേക്ക് തിരിച്ചു വരുന്ന പരിപാടിയാണെന്ന് പറയുന്നത് കേട്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഒക്കെ സ്വാഗതം ചെയ്യാണ്. കൂടാതെ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ലാസ്റ്റ് മനോജ് സാറോ ശ്രീ സാറോ ആണ് അത് കൈകാര്യം ചെയ്യാറ്. അപ്പം വീണ്ടും രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കൂടാതെ ഈ ഒരു പ്രോഗ്രാം മനോഹരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ പ്രാധാന്യം അത്യാവശ്യം തന്നെയാണ്. സന്തോഷത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ചെയർമാൻ. ഓവർ ടു ഷെയർ. താങ്ക് യു ശ്രീജന ടീച്ചർ. ഒരു ടീച്ചറുടെ ക്വാളിറ്റിയും ഒരു JCI ട്രെയിനറുടെ ഒരു ക്വാളിറ്റിയും കൂടെ വരുമ്പോ വെൽക്കം സ്പീച്ച് വളരെ മനോഹരമായി മാറും അല്ലേ? JCI ട്രെയിനേഴ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഏത് അവസരത്തിലും അവർക്ക് പ്രിപ്പറേഷൻ ഒന്നും ടൈം വേണ്ട, ഏത് സ്പീച്ച് ആയാലും അവർ പറയും. അതാണ് JCI ട്രെയിനേഴ്സിന്റെ പ്രത്യേകത. ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കൂടുതലും കണ്ടുവന്നിട്ടുള്ള JCI ട്രെയിനേഴ്സിനാണ് ആ ക്വാളിറ്റി കൂടുതലുള്ളത്. എന്തായാലും ഇന്ന് നമ്മൾക്ക് അതിഥിയായി നമ്മളുടെ സെഷൻ ലീഡ് ചെയ്യാത്തിരിക്കുന്നത് ഷെരീഫ് സാറാണ്. ഷെരീഫ് KT. അദ്ദേഹത്തിന്റെ ടോപ്പിക് ബിസിനസ് ക്രിയേറ്റ്സ് ജോബ്. അദ്ദേഹം ഒരു JCI ട്രെയിനറാണ്. 16 വർഷമായി ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്നു. പാനാസോണിക് പോലുള്ള ഒരു കമ്പനികളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. JCI മട്ടന്നൂർ പഴശ്ശിയുടെ ട്രഷററാണ് അദ്ദേഹം. BTech ബിരുദധാരിയും അതുപോലെ തന്നെ MBA കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. സർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. എനിവേ, ഞാൻ JCIനെ കുറിച്ച് തന്നെ ആദ്യമായിട്ട് പറയാം. അതായത് ആക്ച്വലി ഞാനൊരു 4 വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു ജബ്രൂദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടുകയും അദ്ദേഹം ഒരു മേക്ക് കൈകാര്യം ചെയ്യുന്നതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാനിങ്ങനെ പേഴ്സണലി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആയിരുന്നു, നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും കൂടിയായിരുന്നു.
അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ആക്ച്വലി സ്റ്റേജുമ്പോൾ കയറുമ്പോൾ തന്നെ ഒരു മുട്ട് വരെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ JCയെ കുറിച്ച് പരിചയപ്പെടുന്നതും JCയിൽ ഇങ്ങനെ ട്രെയിനിങ് സെക്ഷന് കാര്യങ്ങളൊക്കെ ശേഷം അങ്ങനെ അതിനുശേഷമാണ് എനിക്ക് ഓരോരോ സ്പീച്ച് ക്രാഫ്റ്റ്, EPS, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഒരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി തന്നത് എൻ്റെ ഞാൻ പറയാം, എൻ്റെ ലൈഫ് കരിയർ ചേഞ്ച് ചെയ്ത് തന്നെ JCA ആണ്. എനിവേ JCI നമ്മുടെ ചെയർമാൻ, ഈ പ്രോഗ്രാമിന്റെ ചെയർമാൻ മനോജ് സാർ, JCI മറ്റു പ്രസിഡന്റ്സുമാരെ, പിന്നെ മെമ്പേഴ്സുമാരെ, എസ്പെഷ്യലി ഇതിനെ ക്ഷണിച്ച ശ്രീജിന മാമിനും എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ക്ഷണിച്ചതിനുപരി ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അതിശയിക്കുന്നത്, അതായത് 973 1000 ദിവസമായി ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അത് വളരെയേറെ അഭിനന്ദനാർഹമാണ്. അത് ഒരിക്കലും എത്രത്തോളം നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ കൊണ്ടുപോയാൽ തന്നെ മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ ഈ സാധനം ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കാറുണ്ട്. ആളുകൾ ശോഷിച്ച് പോവാറ്. അപ്പോൾ 973 ഒന്നാണ്, ഏകദേശം 3 വർഷത്തോളമായി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞു. ഇനി വളരെയേറെ സന്തോഷം. അതിൽ ഞാൻ ഇന്ന് കർക്കിടക ഭാവം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു സുപ്രധാനം, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാണ് എല്ലാ ദിവസവും. ആ എല്ലാ ദിവസത്തിന്റെ ഏറ്റവും നല്ല സമയമാണ് 7 മണി എന്ന് പറയുന്ന സമയം. സൂര്യാസ്തമയം, സൂര്യ ഉദിക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയും. അതിൽ തന്നെ ഒട്ടുമിക്ക ആളുകൾക്ക് മിസ്സായി പോകുന്ന ഒരു സമയമാണ് സൂര്യൻ ഉദിക്കുന്ന സമയങ്ങൾ, ഈ സമയങ്ങൾ. കാരണം ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ പറ്റുന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉത്തേജകം തരുന്ന ഒരു സമയമാണ് ഈ സമയം. അതിലാണ് ഈ 7 മണി എന്ന് പറയുന്ന സമയത്ത് 973 ദിവസം കണ്ടിന്യൂ ചെയ്തു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ബിസിനസ്സും ജോബും തമ്മിലുള്ള ക്രിയേഷനും എന്നുള്ള ഡിഫറൻസും, മെയിൻലി ഞാനൊരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ ബിസിനസ് ആയിരിക്കും എന്റെ ഫോക്കസ് റിലേറ്റ്. എന്നാൽ ജോബ് അതൊരു മോശം എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നമ്മൾ മെയിൻലി പ്രയോറിറ്റി കൊടുക്കുന്നത് ബിസിനസ്സിലേക്കാണ്. നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കണമെങ്കിലും ഈ കാലഘട്ടത്തിന്റെ റെവല്യൂഷനെ കുറിച്ച് ആദ്യമായി ജസ്റ്റ് ഒന്ന് ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോകാം. എന്താണ് ഈ കാലഘട്ടത്തിന്റെ വ്യാവസായിക വിപ്ലവം? 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന 4ാം വ്യാവസായിക വിപ്ലവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 4ാം വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനു മുമ്പ് 1, 2, 3 കഴിഞ്ഞിട്ടുണ്ട്. 1ാം വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് 12,000 വർഷങ്ങളായി ലോകത്ത് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 12,000 വർഷങ്ങൾക്ക് ശേഷം 1600 കാലഘട്ടത്തിലാണ്, 600 കാലഘട്ടം വരെ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളായിക്കോട്ടെ, യന്ത്രങ്ങളായിക്കോട്ടെ ഒക്കെ മനുഷ്യന്റെ കഴിവ് കൊണ്ടോ മനുഷ്യന്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശക്തി കൊണ്ടോ ആയിരുന്നു. അതിനു മുമ്പൊക്കെ 12,000 വർഷങ്ങളോളം മനുഷ്യൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ മനുഷ്യന്റെ കഴിവ് ശക്തിയും മൃഗങ്ങളുടെ ശക്തി കൊണ്ടായിരുന്നു. അതിനുശേഷം 1600 കാലഘട്ടങ്ങളിൽ സ്റ്റീം എഞ്ചിൻ അല്ലെങ്കിൽ ആവി യന്ത്രം കണ്ടുപിടിക്കുന്നത്. ആ ആവി യന്ത്രത്തിന് ശേഷം അതാണ് 1ാം വ്യാവസായിക വിപ്ലവം, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയും. സെക്കൻഡ് വരുന്നത് നമുക്കറിയാം, മെയിൻലി 1800 കാലഘട്ടത്തിൽ കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ലോകത്ത് എല്ലാ മനുഷ്യരുടെയും ദൈനംദിന ജീവിതത്തിന് കറണ്ടിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബിസിനസ് ആയിക്കോട്ടെ, ദൈനംദിന ജീവിതങ്ങൾ മുഴുവനായിട്ടും കറണ്ടിലേക്ക് വിപ്ലവം വന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇനി 3ാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് കമ്പ്യൂട്ടർ റെവല്യൂഷൻ. 4ാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് AI എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റെവല്യൂഷൻ. ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് കാരണം എന്തുവെന്ന് വെച്ചാൽ, ഇതൊക്കെ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മനുഷ്യന്റെ ദൈനംദിന ജീവിതങ്ങളിൽ ഓരോ പെർസെന്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫസ്റ്റ് സ്റ്റീം എഞ്ചിൻ 1% യൂസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കറണ്ട് വന്നു, അത് 70%. ഇപ്പോൾ AI വന്നപ്പോൾ ഏകദേശം 95% മനുഷ്യനെ കണക്ട് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അതിന് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മളെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ മക്കൾ, നമ്മളെ അച്ഛൻ മനസ്സിലാക്കുന്നതിനുപരി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ AI അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ മനസ്സിലാക്കും. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യാം, ഇന്ന് ഹെലികോപ്റ്ററിന് എത്രയാണ് റേറ്റ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് എത്രയാണ് വില എന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്ക് വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവിധ കാര്യങ്ങളും അതുമായി റിലേറ്റഡ് അല്ലെങ്കിൽ ആ ലെവലിൽ പോകുന്ന കാര്യങ്ങളായിരിക്കും. ഒന്നിക്കൽ ബുർജു ഖലീഫയ്ക്ക് എത്രയാണ് ബുർജു ഖലീഫയ്ക്ക് 5ാമത്തെ ഫ്ലോർ വിൽപ്പനയ്ക്കുണ്ട്, ചൊവ്വയിൽ ഇത്ര 500 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്, ഇല്ലെങ്കിൽ BMW ഇന്ന് ഓഫർ ഉണ്ട് എന്ന്.
നേരെ മറിച്ച് നമ്മൾ AI അല്ല സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ചെരുപ്പ് പൊട്ടിയാൽ ഏത് സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് ഗം ഉപയോഗിക്കണം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വരുന്ന വാട്സപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 199 രൂപയ്ക്ക് എങ്ങനെ എത്രമാത്രം പാന്റുകൾ കിട്ടും, എത്രമാത്രം ഷർട്ടുകൾ കിട്ടും, പിന്നെ കഞ്ഞി ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന സ്ഥലങ്ങൾ എങ്ങനെ, അതേപോലെ നമ്മൾ എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സോഷ്യൽ മീഡിയകൾ ഈ കാലഘട്ടമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ജോബ് ബിസിനസ് നമ്മൾ ഈ കാലഘട്ടം ഏകദേശം സ്പെസിഫിക് ആയിട്ടുള്ള AI കാലഘട്ടമാണ്. അപ്പോൾ അത് ജോബിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും രണ്ട് തരത്തിലുള്ള ടൈപ്പ് ഡിഫറൻറ്റ് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. ജോബ് നമുക്കറിയാം ഓൾമോസ്റ്റ് ലോകത്തിലെ 80% ആളുകളും ചെയ്യുന്നത് ജോബാണ്. 20% ആളുകൾ മാത്രമേ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുള്ളൂ. അത് ബിസിനസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇനി 80% ചെയ്യുന്ന ജോബുകൾ രണ്ട് ടൈപ്പിലാണ് മോസ്റ്റ് ഓഫ് ഉണ്ടാകുക. ഒന്ന് ഫിസിക്കൽ ജോബ്, 80% ഫിസിക്കലും 20% ബ്രെയിനും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ കൂലിപ്പണി എന്ന് പറയുന്ന പണി. അതാണ് മോസ്റ്റ് ഓഫ് ഫിസിക്കൽ ജോബ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു മേജർ ഒരാൾക്ക് 1500 രൂപയാണ് കൂലി എന്നുള്ളത് സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു വ്യക്തികൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വിഷയം ഇന്റലക്ച്വൽ ജോബ് എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ എഞ്ചിനീയേഴ്സ്, സ്കില്ല്, ഡോക്ടർമാർ, അതൊക്കെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇന്റലക്ച്വൽ ജോബാണ്. അതിന് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ റേറ്റ്. ഒരു 500 രൂപ, എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ആണെങ്കിൽ എനിക്കൊരു ഫീസ് 500 രൂപ വരെ, 1000 രൂപ വരെയാണ്. എന്നാൽ സൊസൈറ്റി ഒരു മാക്സിമം ലിമിറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 1500 രൂപ, മാക്സിമം 2000 രൂപ വാങ്ങാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഡോക്ടർമാർക്ക് നമുക്ക് ഉണ്ടാവാം. അതിന് മേലെ പോവാൻ സൊസൈറ്റി അനുവദിക്കില്ല. അതാണ് ജോബുമായിട്ടുള്ള ബന്ധം. ജോബ് എപ്പോഴും ജോബ് ഒബേ ദ ബോസ് ആണ്, ബോസിനെ അനുസരിച്ചിരിക്കാം. എന്നാൽ നമുക്ക് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ബിസി നോട്ട് എ ബിസിലെസ് എന്നാണ്. അതായത് ജോബും ബിസിനസ്സും കൊണ്ട് പറയുകയാണെങ്കിൽ ജോബ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്നതായിരിക്കണം ബിസിനസ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ 70% ആളുകളും ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അതായത് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, സ്വന്തമായിട്ട് HR ചെയ്യുക, സ്വന്തമായി അക്കൗണ്ട്സ് ചെയ്യുക, സ്വന്തമായി വിൽപ്പന നടത്തുക, സ്വന്തമായി പണം കൈകയറ്റുക. ഇതൊക്കെ സ്വന്തം ചെയ്യുന്നതിനെ പൊതുവെ ആളുകൾ ബിസിനസ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് സെൽഫ് എംപ്ലോയ്മെന്റ് മാത്രം. അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കിലേക്ക് പോകുന്നതിനെയാണ് ഏറെക്കുറെ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരാണ് ബിസിനസ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഒരുപാട് ബിസിനസ്സുകൾ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ 50% ബിസിനസ്സുകളും ആദ്യത്തെ 5 വർഷം ക്ലോസ് ചെയ്യുന്നതാണ് അവസ്ഥ ഇന്ത്യ മെയിൻലി നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നത്. ഇനി ആരാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ മെയിൻലി നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്കില്ലുള്ളവനാണ് ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ സ്കില്ല് ഉണ്ടായിരിക്കണം. ഇനി സ്കില്ല് ഇല്ലെങ്കിലും സ്കില്ല് നമുക്ക് നേടിയെടുക്കാം. അറിവുകൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അതിന് സ്കില്ല് ഉണ്ടാവുന്നതാണ്. അപ്പൊ സ്കില്ലുള്ളവരാണ് മേജർലി നമുക്ക് ബിസിനസ്സിൽ എൻട്രി ചെയ്യേണ്ടത്. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു കൈപുണ്യമുള്ള ഒരാളാണ്, ഞങ്ങൾക്ക് ഫുഡുമായി റിലേറ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങാവുന്നതാണ്. ഇനി സ്കില്ലുണ്ടായാൽ മാത്രം ബിസിനസ് തുടങ്ങാനേ പറ്റുള്ളൂ. ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ അതിന് പാഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഇന്ന ഒരു എയിം അല്ലെങ്കിൽ ഗോൾ, അതൊക്കെ നമ്മൾ നോർമലി എല്ലാവരും കേൾക്കുന്നതാണ്. ഒരു എയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനുള്ളൂ. ഇനി മൂന്നാമത് വേണ്ടത് അതിന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ ബിസിനസ് ഗ്രോയിങ് ചെയ്യുള്ളൂ. അതായത് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ്സുകൾ മുന്നോട്ട് പോകുള്ളൂ, ഗ്രോയിങ് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ലെവലിൽ എത്തിയുള്ളൂ. അത് വിജയിച്ച ഏത് മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പഠിച്ചാൽ നമുക്ക് ഈ 3 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് സ്കിൽ ഉണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് നന്നായിട്ട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് സ്കെയിലപ്പ് ഉണ്ടാവുള്ളൂ, അതിനെക്കുറിച്ച് നന്നായിട്ട് വാല്യൂ ഉണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മൾ പലരും ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. സത്യത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്
ഒരു സൊല്യൂഷൻ, ഒരു പുതിയ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു സൈക്കിൾ മറ്റുള്ള ഒരു സൈക്കിൾ കണ്ടുപിടിച്ചു, ആ സൈക്കിളിനെ ഞാൻ വേറൊരു ബ്രാൻഡിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നതിനെ സ്റ്റാർട്ടപ്പ് എന്ന് പറയില്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ആരും സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾ സൈക്കിൾ കണ്ടുപിടിച്ചു, അതിനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിസിനസിന്റെ ആര് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഏകദേശം ഒന്നും ജസ്റ്റ് ബ്രീഫ് ചെയ്തു പോയി. ഇനി നമുക്ക് എവിടെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കുറിച്ച് എടുത്ത് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ 140 കോടി ജനങ്ങളാണ്. കൺസ്യൂമർ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള ആളുകളുള്ള രാജ്യമാണ്. 140 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് 33 യൂറോപ്പ് രാജ്യങ്ങൾ ചേർന്നതാണ് 140 കോടി ജനങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവരുടെ ഫ്രഷ് ടു ഹോമിലെ മാത്യു സാറിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കണക്ക് പറയുന്നത്, നമ്മൾ ഈ രാജ്യത്ത് 1% ആളുകളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അതായത് 140 കോടി ജനങ്ങൾ നമ്മൾ 1 രൂപയുടെ തീപ്പെട്ടി മാത്രം വിൽക്കുക. അത് എല്ലാവർക്കും വിൽക്കണ്ട, 10% ആളുകൾക്കും വിൽക്കണ്ട. വെറും 1% ആളുകൾ, രാജ്യത്തെ 1% ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെ 1 രൂപയുടെ തീപ്പെട്ടി, നമ്മുടെ ബ്രാൻഡിലുള്ള തീപ്പെട്ടി വിറ്റാണ് ഒരു മാസത്തിൽ 1,40,00,000 രൂപ ടേൺ ഓവർ ഉണ്ടാവും. 1,40,00,000 രൂപ ടേൺ ഓവർ എന്ന് പറയുന്നത് ബിസിനസ് വലിയൊരു ടേൺ ഓവർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായർക്ക് വലിയൊരു ടേൺ ഓവർ തന്നെയാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ 1% ആളുകൾക്ക് 1 രൂപയുടെ മിഠായിയോ തീപ്പെട്ടിയോ നമ്മൾ ഒരു മാസം വിറ്റാൽ 10% നിയമമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ 140 ലക്ഷം എന്നുള്ളത് കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. 140 എന്ന് പറയുന്നത് നിയമം അനുസരിച്ചുള്ള കണക്ക്, അതിന് മേലെ ആയിരിക്കും നമ്മുടെ കണക്ക്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഏറെക്കുറെ ബിസിനസ്സുകളും പലരും സ്റ്റാർട്ടപ്പ് പുറത്തേക്ക് പോകുന്നത്. ഇനി കഴിഞ്ഞ ഒരു 2023-24 കാലഘട്ടത്തിൽ LICക്ക് ഒരു അവാർഡ് കിട്ടേണ്ടി, വേൾഡിൽ ഏറ്റവും കൂടുതൽ പോളിസി ചേർത്തത് ഇന്ത്യ രാജ്യമാണ്. അത് LICയിലുള്ളവർക്ക് നമുക്ക് മനസ്സിലാവും. ഏകദേശം 2,40,00,000 പോളിസികളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 2,40,00,000 എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 2% പോലും ആളുകളായിട്ടില്ല. എന്നാൽ ആ 2%, 1.5% ആളുകളായിട്ടില്ലെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ പോളിസി നേടിയ ഒരു രാജ്യമായി LIC ഇന്ത്യ രാജ്യത്തെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത്രയും പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും നമുക്ക് ബയ്യർ ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ രാജ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് രാജ്യത്തിന്റെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിഡിന്റെ ഗുണാൻഷ ഒരു കാര്യം പറയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ബോളിവുഡിനേക്കാൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ബിസിനസ്സുകാരാണെങ്കിൽ ആ രാജ്യം എന്തായാലും വളരുമെന്നാണ്. കാരണം വെച്ചാൽ ബോളിവുഡിന്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കെടുത്താൽ 48 ബില്യൺ ആണ് ബോളിവുഡിന്റെ മാർക്കറ്റ്. ഇന്ത്യയുടെ മത്സ്യ മാർക്കറ്റ് മാത്രം 50 ബില്യൺ ആണ് ഇന്ത്യയുടെ മത്സ്യ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് എത്രയേറെ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭം. ഞാൻ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലായി. ലോകത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് പാനസോണിക് എന്ന് പറയുന്ന കമ്പനിയാണ്, ജാപ്പനീസ് കമ്പനിയാണ്. ലോകത്ത് ഈ എല്ലാ രാജ്യങ്ങളിലും 140 രാജ്യങ്ങളിൽ പാനസോണിക് ഉണ്ട്. ഈ 140 രാജ്യങ്ങളോടൊപ്പം ഈ 100 രാജ്യങ്ങൾക്ക് മേലെയുള്ള 25 കമ്പനികൾ നമ്മളെടുത്ത് പരിശോധിച്ച് ചോദിച്ചാൽ അതിന്റെ ടോപ്പ് 5 പേരിൽ ഒരു ഇന്ത്യക്കാരെങ്കിലും ഉണ്ടാവും. എത്ര ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കണക്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ള ബ്രാൻഡുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഒരു 25 ബ്രാൻഡുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ടോപ്പ് 5-ൽ ഒരു ഇന്ത്യക്കാരെങ്കിലും ഉണ്ടാവും. അതാണ് നമ്മൾ ഈ ജപ്പാനാണ് കുറച്ചും കൂടി കുറവ്, എന്നാലും മോസ്റ്റ് ഓഫ് ഉണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇന്ത്യ രാജ്യത്ത് നിന്ന് ലോകത്ത് 100 രാജ്യങ്ങളിൽ എത്തിയിരുന്ന ഒരു ബിസിനസ് ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് സത്യം. അതായത് ഇന്ത്യ രാജ്യത്ത് നിന്ന് ഉയർന്നു വന്ന് ലോകത്ത് 100 രാജ്യങ്ങൾക്ക് മേലെ എത്തിപ്പെടുന്ന 10 ബ്രാൻഡുകൾ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ ഇല്ല എന്നതാണ് സത്യം. ഇനി അത് നമ്മുടെ കഴിവുകേടായിട്ട് പറയണ്ട, പക്ഷെ നമ്മളിത് ഗ്രോയിങ് കൺട്രിയാണ്. ഗ്രോയിങ് കൺട്രി എന്ന് പറയാൻ നമുക്കറിയാം,
ഒരു രാഷ്ട്രീയപരമായിട്ട് പോകുന്നില്ല. ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ ഒരു ഈ നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് നമ്മളെ നീറ്റ് എക്സാമിന്റെ വിഷയങ്ങൾ ഉണ്ടായി, ജെൻസി എക്സാമിന്റെ വിഷയങ്ങൾ ഉണ്ടായി. സത്യത്തിൽ കണക്കുകൾ പറയുന്നത് 60% ഇന്ത്യക്കാരും, ജനസംഖ്യയുടെ 60% ഇന്ത്യക്കാരും 35 വയസ്സിന് താഴെയുള്ളവരാണ്. അതിൽ 50% ആളുകൾ ഉള്ളത് 25 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന 2 വിഭാഗം ആളുകൾക്കാണ് ജോലികൾ ഉണ്ടാകുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ജോലികൾ. ഇതിന്റെ 30% ജോബുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഈ നീറ്റ് എക്സാമിന്റെ പ്രശ്നങ്ങൾ കാരണത്താൽ മാത്രമായിരിക്കില്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്നത്, കാരണം ഇത്രയും വിദ്യാർത്ഥികൾ നാട്ടിലുണ്ട്, ഇത്രയും 25 വയസ്സിന് താഴെയുള്ള 70 കോടി ജനങ്ങളുണ്ട്. അതിൽ 40% ആളുകൾക്ക് ജോലിയില്ലാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൺസൾട്ട് 30% ഓൾറെഡി കുറഞ്ഞു. സർക്കാർ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ജോലികൾ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, സർക്കാർ മേഖലകൾ തന്നെ പലതും ഓട്ടോമേഷൻ അല്ല ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെ ജോബിന്റെ ഘടന വളരെ ഗണ്യമായി കുറവും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കില്ല് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജോബിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ നമുക്ക് രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അത് കുടി വ്യവസായം തുടങ്ങി നമുക്ക് കോർപ്പറേറ്റ് ലെവലിലേക്ക് ഉയർന്നതിന് അത്രക്കത്ര രാജ്യത്തിന് ഉയർത്തിക്കൊണ്ടുവരാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തുകൊണ്ട് 50% ആളുകൾ ആദ്യത്തെ 5 വർഷം കൊണ്ട് ഈ നമ്മുടെ ഇത് പൂട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് 50% ബിസിനസ്സുകൾ പൂട്ടിപ്പോകുന്നു. അതിന്റെ മേജർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 വർഷം വെന്റിലേറ്ററിലുള്ള ഒരു രോഗിയെ പോലെയാണ് ശുശ്രൂഷിക്കേണ്ടത്. നമുക്കറിയാം, വെന്റിലേറ്ററിന്റെ രോഗി എന്ന് പറയുന്നത് അതിന്റെ പ്രഷർ ചെക്ക് ചെയ്യണം, പിന്നെ എല്ലാ ദിവസവും ഷുഗർ ചെക്ക് ചെയ്യണം, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം, അതിന്റെ ഹൃദയമിടിപ്പ് ചെക്ക് ചെയ്യണം. എല്ലാ സാധനങ്ങളും ഓരോരോ ദിവസങ്ങൾ ഓരോരോ സെക്കൻഡുകൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പലരും ആദ്യത്തെ 3 വർഷം അത് ചെക്ക് ചെയ്യുന്നില്ല. ഒരു സ്കെയിലപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ മിക്കവരും ചെക്ക് ചെയ്യുന്നില്ല. ഇനി മറ്റൊന്ന്, രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, 3 വർഷത്തേക്ക് വിത്ത് എടുത്ത് തിന്നുന്ന അവസ്ഥയുണ്ട്. അതായത് ഇട്ട പൈസ തന്നെ മിക്കവരും 3 വർഷം കൊണ്ട് തിരിച്ചെടുക്കുക. കാരണം 3 വർഷമാണ് നമുക്ക് ROI കാൽക്കുലേഷന്റെ വരുന്നത്. 3 വർഷം കൊണ്ട് 3-4 വർഷം കൊണ്ട് ബിസിനസ് നമ്മൾ ഇട്ട ROI അത് 100% ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ, 3% ROI കാൽക്കുലേറ്റ് ചെയ്ത് 100% ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയ ബിസിനസ് ആണ്. 4 വർഷത്തിന് മേലെ പോകരുത് എന്നാണ് പൊതുവെയുള്ള കണക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്തെടുത്ത് കൊത്തിത്തിന്നുന്ന സംവിധാനം നമുക്കുണ്ട്. അതായത് ആദ്യത്തെ 3 വർഷത്തിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഇട്ട പൈസകൾ തിരിച്ചു വലിക്കുക, അല്ലെങ്കിൽ ഇട്ട പൈസ നല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കണക്ക് കൂട്ടാതെ തന്നെ തിരിച്ചു വലിക്കുക എന്നതാണ് നമ്മുടെ സംവിധാനം. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട. ഇനി നമുക്ക് മാർക്കറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ നമ്മൾ പലരും ഇപ്പോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പൊ ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു ലോകം ഭരിക്കുന്നത് കോർപ്പറേറ്റ് തന്നെയാണ്. അത് ഓരോ രാജ്യത്ത് കാരണം നമുക്കറിയാം, മുമ്പ് ഒരു കൊറോണ വന്നതാണോ വരുത്തിയതാണോ എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ പറയുണ്ടായി, പിന്നെ കൊറോണക്ക് മുമ്പ് 15 വർഷങ്ങൾക്ക് മുമ്പോ ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് കൊറോണക്ക് മുമ്പ് ഒരു 20 വർഷത്തോളമായിട്ട്, കൊറോണക്ക് മുമ്പ് 20% ആളുകൾ മാത്രമേ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് കൊറോണ എന്ന് പറയുന്ന 2 വർഷം കൊണ്ട് മാറണം, ഇന്ന് 20% എന്നുള്ളത് 60%-ത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കൊറോണ വരുത്തിയതാണ്. അതായത് ഈ സൂം തന്നെ നമുക്കറിയാം, സൂം ഒക്കെ വർഷങ്ങളായി സൂം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിലോ ഐ സ്റ്റോറിലോ ഉണ്ട്. പക്ഷെ നമ്മൾ സൂം ഉപയോഗിക്കാനും കണക്ട് ചെയ്യാനും ഇത് നമുക്ക് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഏറ്റവും മേജർ കാരണം ഈ കൊറോണ എന്ന് പറയുന്ന സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ കൊറോണ വന്നതാണോ വരുത്തിയതാണോ ഇത് കോർപ്പറേറ്റ് ഉണ്ടാക്കിയതാണോ എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിന് മേജർ നമുക്കറിയാം, മെറ്റയുടെ ഓണേഴ്സ് പറയുകയുണ്ടായി, നമുക്ക് 60 ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം കൂടും, ഇതിലേക്ക് ഫോക്കസ് ചെയ്യും. എന്നാൽ നമുക്ക് ചിലരുടെയെങ്കിലും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതൊന്നും ബാധകമല്ല, ഇത് ഇത്രയും പെട്ടെന്നൊന്നും നമ്മുടെ രാജ്യത്ത് വരില്ല എന്നാണ്.
സത്യത്തിൽ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മേജർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ജനറേഷൻ ഓരോ 5 വർഷം കൂടുമ്പോൾ, മുമ്പൊക്കെ വർഷങ്ങൾ എടുത്തിട്ടായിരുന്നു ജനറേഷൻ മാറിക്കൊണ്ട്, ഒന്നിക്കിൽ 2 ആളുകൾ മാത്രമേ ഉണ്ടാവൂ, ഒന്ന് ചെറുപ്പക്കാർ, മറ്റൊന്ന് മുതിർന്നവർ. എന്നാൽ ഇപ്പോൾ ഓരോ 5 വർഷങ്ങൾക്കിടയിൽ ഓരോ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനറേഷന്റെ വർഷങ്ങൾ തന്നെ കുറഞ്ഞു മാറുന്ന വർഷങ്ങൾ തന്നെ കുറഞ്ഞു. മുമ്പ് വർഷങ്ങൾ എടുത്തിട്ടായിരുന്നു ചെറുപ്പക്കാർ വർഷങ്ങൾ എടുത്തുകൊണ്ട് മുതിർന്നവരാകും. എന്നാൽ ഇപ്പോൾ ജെൻസി, ജെൻസ് ആൽഫ, ജെൻ ബീറ്റ, ഗാമ എന്ന് പറയുന്ന ഓരോ 5 വർഷം കൂടുമ്പം തന്നെ ഓരോ ജനറേഷൻ മാറി മാറി വരികയാണ്. എന്നാൽ അടുത്തത് തന്നെ ആ 5 വർഷം എന്നുള്ളത് ഒരു 3 വർഷമാവും, 2 വർഷമാവും, 1 വർഷമാവും, പിന്നീട് 6 മാസം കൂടുമ്പോൾ ജനറേഷൻ വരും. കാരണം അത് സ്പീഡായിട്ട് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഓൺലൈൻ. നേരത്തെ ആരോ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാര്യമാർ ഒളിച്ചു പോകും. പക്ഷെ നമുക്കൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മളത് ആ രീതിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഈ അംബാസിഡറുടെ കഥയൊക്കെ പറയുന്നത്, അംബാസിഡർ, നോക്കിയുടെ കഥ, അല്ലെങ്കിൽ സോണി ക്യാമറന്റെ കഥ ഒക്കെ പറയുകയാണെങ്കിൽ, അതായത് അംബാസിഡറിന്റെ കഥയൊക്കെ പറയുകയാണെങ്കിൽ 98% അല്ലെങ്കിൽ 2% ആളുകൾ കാറ് വാങ്ങുന്ന സമയത്ത് 98% വിറ്റിരുന്ന കാറ് അംബാസിഡർ ആയിരുന്നു. അതായത് ഇന്ത്യയിൽ 2% ആളുകൾ മാത്രമായിരുന്നു അന്ന് കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വിറ്റിരുന്ന 98% കാറുകളും അംബാസിഡർ ആയിരുന്നു. പക്ഷെ ഇന്ന് 90% ആളുകൾ കാറ് വാങ്ങുന്ന രീതിയിൽ ഇന്ത്യ വളർന്നപ്പോൾ ഒരു 2 കാറ് വെക്കാൻ അംബാസിഡറിന് സാധിക്കുന്നില്ല. അതാണ് നോക്കിയയുടെയും അവസ്ഥ. നോക്കിയ ആൻഡ്രോയിഡ് വരുന്നാലും പ്രശ്നമില്ല, നമ്മൾ വിൻഡോസ് പിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയ അത് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, നോക്കിയ അസ്വസ്ഥമായിട്ട് ഈ രാജ്യത്ത് നിന്ന് കുറഞ്ഞു വന്നു. അതാണ് മേജർ ഇഷ്യൂ. ഇനി നമുക്ക് ബിസിനസ് തുടങ്ങി, എവിടെ ഇന്ത്യയിൽ തുടങ്ങി എന്ന് പറഞ്ഞു, ആരൊക്കെ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. ഇനി തുടങ്ങിയാൽ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അക്കൗണ്ട്സിങ് വിഭാഗം. ഞാൻ അക്കൗണ്ട്സുമായി റിലേറ്റ് ചെയ്ത വിഷയങ്ങളല്ല, പക്ഷെ അക്കൗണ്ടിങ് വിഭാഗം അറിയാത്ത ബിസിനസ്സുകാർ അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു അക്കൗണ്ടന്റിനെങ്കിലും ഏറ്റവും ഫസ്റ്റ് വെക്കേണ്ടത് ഒരു അക്കൗണ്ടന്റിനെയാണ്. ബിസിനസ്സിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വെക്കേണ്ട ഒരാൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്റ്റാഫോ അല്ലെങ്കിൽ HR ഒന്നുമല്ല. ആദ്യം വെക്കേണ്ട ആൾ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ് പറയാനുള്ള കാരണം, നമ്മൾ പലരുടെയും ബിസിനസ്സിൽ, ചെറുകിട വ്യവസായത്തിൽ ബിസിനസ്സിൽ സംഭവിക്കുന്നത്, നമ്മൾ CA-കാരനെ ഏൽപ്പിക്കും. CA-കാരനെ ഏൽപ്പിച്ചാൽ നമുക്കറിയാം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ 50% പൂട്ടിയ കമ്പനികളിലും മിക്ക കമ്പനികളിലും CA-കാരുണ്ട് എന്നതാണ് സത്യം. CA-കാരുള്ള കമ്പനികളാണ് കൂടുതലും പൂട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ CA-കാരുള്ള കമ്പനികൾ പോലും പൂട്ടിപ്പോകുന്നുണ്ട് എന്നർത്ഥം. അക്കൗണ്ട്സിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് അക്കൗണ്ട്സ് പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത്, നമ്മളിപ്പോ പലരും ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ തേടാൻ വേണ്ടി പോകാറുണ്ട്, ROI കാൽക്കുലേഷൻ കാണിക്കാറുണ്ട്. നമ്മളൊരു 80 രൂപ, ഞാനൊരു കണക്ക് പറയാം, ഒരു 80 രൂപയുടെ ഒരു സാധനം, 80 രൂപയ്ക്ക് വിൽക്കുന്ന വാങ്ങുന്ന സാധനം നമ്മൾ ഒരു 25% പ്രോഫിറ്റ് എടുത്ത് നമ്മൾ വിൽക്കുകയാണ്. 80 രൂപയുടെ സാധനം 25% പ്രോഫിറ്റ് എടുത്ത് നമ്മൾ വിൽക്കുകയാണ്. നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയാമോ? 100 രൂപയ്ക്ക്. 100 രൂപക്ക് കൊടുക്കാൻ പറ്റും. സത്യത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് സംഖ്യ എന്ന് പറയുന്നത് 20 രൂപയാണ്, അല്ലെ? നമുക്ക് കിട്ടുന്നത് 20 രൂപയാണ്. എന്നാൽ നമ്മൾ വിൽക്കുന്നത് 100 രൂപക്കാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് 25% കിട്ടി എന്നാണ്. പ്രോഫിറ്റ് 25% കിട്ടി. സത്യത്തിൽ 100 രൂപയുടെ എത്ര ശതമാനമാണ് 20? 20%, അല്ലേ? അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബിസിനസിന്റെ സെയിൽ വാല്യൂവിന്റെ എത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടി? 18. എത്ര? 20% നമുക്ക് കിട്ടുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ എത്ര പെർസെന്റേജ് പ്രോഫിറ്റിനാണ് വിറ്റത്? 25%. അതെ, നമ്മളെ മിക്കവരുടെയും കാൽക്കുലേഷൻ തെറ്റി. അത് ഈ 100 രൂപയുടെ കേസ്, 5 രൂപയുടെ കേസ് അല്ല, നമുക്ക് ഈ ലക്ഷക്കണക്കിന് വോളിയം ചെയ്യുന്ന ആളുകളുടെ കാൽക്കുലേഷൻ ആണ് തെറ്റിപ്പോകുന്നത്. അത് ഏറെക്കുറെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതായത് സിമ്പിൾ ആണ്. നമുക്ക് ഇത് നേരെ മറിച്ച്
പ്രോഫിറ്റ് കൂടിയ ബിസിനസ് മാനുഫാക്ചർ യൂണിറ്റുകളിൽ പ്രോഫിറ്റ് കൂടിയ ബിസിനസ്സുകളിൽ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതായത് ഒരു 50 രൂപക്ക് വിൽക്കുന്ന 50 രൂപക്ക് കൊടുക്കുന്ന നമുക്ക് ഉൽപാദനം ഇത് 50 രൂപ ഉണ്ടെന്ന് കരുതുക. 50 രൂപക്ക് 100% പ്രോഫിറ്റിന് നമ്മൾ വിൽക്കുന്നു. 100% പ്രോഫിറ്റിന് വിൽക്കുകയാണെങ്കിൽ 100 രൂപക്കാണ് വിൽക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് 100% 100 രൂപയുടെ 100% കിട്ടിയെന്നാണ്. അങ്ങനെയാണ് പൊതുവെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കിട്ടുന്നത് 100 രൂപയുടെ 50% പ്രോഫിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ ബിസിനസ്സും കഴിച്ചിട്ട് നമുക്ക് 50% അതായത് 100 രൂപയുടെ 100% കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ 50% എക്സ്പെൻസ് പോയി, അല്ല 60% എക്സ്പെൻസ് പോയി എന്ന് പറഞ്ഞു. ബാക്കി 40% നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. സത്യത്തിൽ നമുക്ക് 50% മാത്രമേ വോള്യത്തിന്റെ പുറത്ത് കിട്ടുന്നുള്ളൂ. ബാക്കി 60% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കി 10% നമുക്ക് ലോസിലാണ് പോകുന്നത്. അത് ഹെവി പ്രോഫിറ്റ് എടുക്കുന്ന മാനുഫാക്ചർ യൂണിറ്റുകൾക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെയിലിന്റെ വോളിയം വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇത് വലിയൊരു സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കണക്ക് കൂട്ടൽ പലയിടത്തും തെറ്റിപ്പോകുന്നുണ്ട്. ഈ പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മൾ 18% കൂട്ടിയതുപോലെ കുറക്കുന്നത്, അത് അതേപോലെ ഡയറക്റ്റ് ടാക്സ് കൂട്ടാണ്ട് ടാക്സ് കുറക്കാണ്ട് സ്കീമുകൾ കൊടുക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് നമ്മളിപ്പോൾ ROI കാൽക്കുലേഷൻ ഒക്കെ വരുന്ന സംഭവങ്ങൾ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ ചെയ്യുന്ന ബിസിനസ്സുകളാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ പിന്നീടാണ് ക്ലോസ് ചെയ്യാൻ രീതിയിലാണ് നമുക്ക് മനസ്സിലാകും. ഇതൊക്കെയാണ് ടോട്ടലി നമുക്ക് ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ പറഞ്ഞ കണക്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും അറിയുന്നതാണോ? ഇതിൽ കൂടുതലും ബിസിനസ്സുകാരാണോ? അല്ല, മിക്സഡ് ആണ് സർ. മിക്സഡ് ആണ് അല്ലെ? അപ്പം നമുക്ക് പണ്ട് പറഞ്ഞ പോലെ ഈ മിക്സ്ഡ് ആവുമ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് ഹെവി ബോറായിട്ട് തോന്നും. കാരണം ഞങ്ങളൊരു ബിസിനസ്സുമായിട്ട്, ഞാൻ എപ്പോഴും ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബിസിനസ്. കാരണം വെച്ചാൽ ഞങ്ങളൊരു ജോലി ചെയ്തു, നമ്മളൊരു പ്രൊഫസറായി അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്ററായി, നമ്മൾ ഉയർന്നു വന്ന് ഒരു പ്രിൻസിപ്പളായി എന്ന് കരുതുക. പ്രിൻസിപ്പൾ ആയതിനു ശേഷം നമ്മൾ റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മക്കൾക്ക് ആ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഇരിക്കാൻ ഒരിക്കലും പറ്റൂല. കഴിവുണ്ടെങ്കിൽ കയറി വരാമെന്നേ ഉള്ളൂ. അപ്പോ നേരെ മറിച്ച് നമ്മളൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്തു, അത് സക്സസ് ആയി, അത് നല്ല രീതിയിൽ ടേൺ ഓവർ ഉണ്ടായി, നമ്മൾ അതിന്റെ MD ആയിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കോ അനന്തരവാസികൾക്കോ നമ്മുടെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുത്താൻ പറ്റും. അപ്പൊ ബിസിനസിന്റെ ഒരു ഏറ്റവും നല്ല പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് അനന്തരാവാസികൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റിലയൻസിന്റെ ധീരുഭായ് അംബാനി അച്ഛനാണ് റിലയൻസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ മക്കൾ അത് അനുഭവിക്കുന്നു. മുകേഷ് അംബാനി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന്റെ മക്കൾ അത് അനുഭവിക്കും. അങ്ങ് നാഷണൽ ലെവലിലൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ചിറ്റിലപ്പള്ളി സാറ് വി-ഗാർഡ് ക്രിയേറ്റ് ചെയ്തു, അദ്ദേഹം വി-ഗാർഡ് വണ്ടർലൈൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ക്രിയേറ്റ് ചെയ്ത സാധനം ഇപ്പം അദ്ദേഹം വി-ഗാർഡിൽ നിന്നും വണ്ടർലൈനിൽ നിന്നും റിട്ടേൺ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണ് ഇതിപ്പോ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. മിഥുൻ സാറാണ് വി-ഗാർഡ് കണ്ടിന്യൂ ചെയ്യുന്നത്, മറ്റേ പുള്ളിയാണ് വണ്ടർല കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടാക്കിയത് കൊണ്ട്, ചിറ്റിലപ്പള്ളി സാർ ഉണ്ടാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ അത് ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നു. ഇനി മിഥുന് ചിറ്റിലപ്പള്ളി നല്ല ബെനിഫിറ്റോടുകൂടി ആ ബിസിനസ് കൊണ്ടുപോവാണെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾക്കും അത് നല്ല രീതിയിൽ കൊണ്ടുപോകും. അതാണ് ഏറ്റവും വലിയ മേജർ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സക്സസ് ആയ ബിസിനസ്മാന് പാരമ്പര്യമായിട്ടുള്ള അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടലി ഉള്ള ബിസിനസ് കേസുകൾ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ, എനിക്ക് ഡൗട്ടുകൾ അങ്ങനെ ക്ലിയർ ചെയ്ത് കൈകാര്യം നോളജ് ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഫുള്ളായിട്ട് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വിഷയങ്ങളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബോറിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞത് മാത്രം. നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമ്മളൊരു കോട്ട് പറയാറുണ്ട്,
പിന്നെ നമ്മുടെ ബിസിനസ്സുകാർക്ക് ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് ഇഫ് ഐ ആം നോട്ട് ഫോർ മൈ സെൽഫ് ഹൂ വിൽ ബീൻ, അതായത് ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എങ്കിൽ പിന്നെ ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അതായത് ഇനി മറ്റൊരു പോയിന്റും കൂടി പറയാം. ഇഫ് ഐ ആം ഓൺലി ഫോർ മൈ സെൽഫ് വാട്ട് ഐ ആം, ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അപ്പം അതിന്റെ ഏറ്റവും വലിയ ആൻസർ ആണ് JCA എന്ന് പറയുന്ന പ്രസ്ഥാനം. കാരണം ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് JCA. കാരണം ഞാൻ അത് അനുഭവിച്ച വ്യക്തിയാണ്. JCAയിൽ വന്നതിന് ശേഷമുള്ള പ്ലാറ്റ്ഫോമിൽ എൻ്റെ കരിയറിലും എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിലും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സൊസൈറ്റിയിലുള്ളതും രണ്ട് കാര്യങ്ങളിലും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് JCA എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതിന് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കും. താങ്ക് യു സാർ. വളരെ നല്ലൊരു സെഷൻ തന്നെ ആയിരുന്നു. ബിസിനസ് ക്രിയേറ്റ്സ് ജോബ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സാർ എന്നത് പറയുമ്പോൾ നമുക്ക് ശരിക്കും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഫിസിക്കൽ ജോബും ഇന്റലക്ച്വൽ ജോബും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നു. പിന്നെ ബിസിനസ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ ഒരു കാര്യം എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നിയത്, ഇന്ത്യൻ ബിസിനസ് 100 രാജ്യങ്ങൾ തികച്ചില്ല എന്നാണ്. അല്ലെ? അതല്ലേ സാറ് പറഞ്ഞത്? 100 രാജ്യങ്ങൾ, വളരെ നല്ല ബിസിനസ്മാൻമാർ ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും 100 രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇതിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഒരു ജോലി നിങ്ങൾക്ക് വരുമാനം നൽകും, പക്ഷെ ഒരു ബിസിനസ് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നു. അതായത് ചെറിയതായിട്ട് തുടങ്ങാം, പരാജയത്തെ ഭയപ്പെടേണ്ട, പഠിക്കൂ, പരിശ്രമിക്കൂ, മുന്നേറൂ എന്നുള്ളൊരു ആപ്തവാക്യം കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു ജോലി വേണം എന്ന ചിന്തയിൽ നിന്ന് എനിക്കൊരു ജോലി നൽകണം എന്നൊരു ചിന്തയിലേക്ക് നമ്മളൊക്കെ മാറുന്ന ഒരു കാലം വരണം. നിങ്ങളുടെ ഭാവി കാത്തിരിക്കേണ്ടതല്ല, നിങ്ങൾ തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. നൗ ദ ഫ്ലോർ ഇസ് ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ് ഉസ്മാൻ, കേൾക്കുന്നുണ്ട് സാർ? കേൾക്കുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ ഒരു വിഷയമുണ്ട് ഇവിടെ സാർ. നമുക്ക് റെസ്റ്റോറന്റ് ബിസിനസ് ആണ്, അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ പുറത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കാരണം കൂടുതലായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യൽ പറഞ്ഞാൽ നമ്മൾ വരുമാനം മറ്റുള്ള കാര്യങ്ങളും നഷ്ടത്തിലേക്കാണെന്നുള്ളതൊക്കെയുള്ള അതിൽ നോക്കി മനസ്സിലാക്കുക. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ എല്ലാവരും ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്താലുള്ള നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോഴും കടന്നുറങ്ങുമ്പോഴൊക്കെ പൈസ വരിക. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതിന് പേടിച്ചിട്ടോ ഭയന്നിട്ടോ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു ജോലി പഠിക്കുമ്പോൾ അതിലുള്ള പരാജയം അല്ലെങ്കിൽ അതിലൊരു പ്രശ്നങ്ങൾ വരുന്ന പോലെ തന്നെയാണ് ബിസിനസ്സിലുള്ളത്. അത് വലിയ എമൗണ്ടും വലിയ ആഗ്രഹങ്ങളും ആകുമ്പോഴാണ് നമ്മൾ പരാജയത്തിലേക്ക് പോകുന്നത്. കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ സംരംഭങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാമെന്ന് പറയണം. എന്ത് നല്ലൊരു ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് തന്നെ പറഞ്ഞത്. അതായത് 2% ആളുകളെ ഇത് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? 140 കോടി ജനങ്ങളിൽ 2% ആളുകൾ മാത്രം ഇൻഷുറൻസ് എടുത്തപ്പോൾ വേൾഡിലും മൊത്തത്തിൽ ഫസ്റ്റ് ആയിട്ട് മാറിയ ഒരു സംഭവമാണ് നമ്മളിവിടെ ഇന്ത്യയിലുള്ളത്. അപ്പോ ഒരുവിധം ഇപ്പോഴുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിസിനസ്സിന്. കുറേയൊക്കെയും പൈസ ആളുകൾക്ക് ഇറങ്ങാനും അടിയില്ലാതെ ഇരിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് തോന്നുന്നു. എന്താണെന്നുണ്ടെങ്കിലും എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങണം തന്നെയാണ് പറയണത്. അത് നമ്മുടെ മക്കൾക്കും സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഉപകാരമാണ്. കാരണം 24 വയസ്സ് കഴിഞ്ഞാലാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ജോലിയിലേക്ക് കടക്കുന്നത്. നേരെ മറിച്ച് ബിസിനസ് ചെയ്യുന്നവന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 18ാമത്തെ വയസ്സിൽ തന്നെ അവൻ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അവന്റെ ജോലിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് കുറെയൊക്കെ നമ്മൾ ചൈനക്കാരെ കണ്ടു പഠിക്കണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വരികയാണ്. ഉസ്മാൻ ഭായ് കേൾക്കുന്നില്ല. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞോളൂ. കേൾക്കുന്നില്ല ഉസ്മാൻ ഭായ്. ഒരുപാട് നീളും. എന്തായാലും വളരെ താങ്ക് യു വെരി മച്ച്. ഫീഡ്ബാക്ക് ഇനി ആരാ പറയുന്നത്? ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, എനിക്ക് ഇന്നത്തെ ഷെരീഫ് ജി നന്നായിരുന്നു. നിങ്ങളുടെ പ്രസന്റേഷൻ. ഒരു സോൺ ട്രെയിനർ ആണല്ലേ താങ്കൾ? ഇപ്പൊ സോൺ ട്രെയിനർ ഒക്കെ കഴിഞ്ഞ അതിന്റെ ഇതൊക്കെ നടക്കുകയാണ്.
നല്ല നല്ല കണ്ടന്റ് ഒക്കെ ഒരുപാട് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എനിക്കുള്ള കണക്കത്തൊരു മിസ്റ്റേക്ക് ഷെരീഫ് ജിക്ക് ഉണ്ട്. നമ്മൾ കുറച്ച്, ഞാനത് അങ്ങനെ പറയുമ്പോൾ നെഗറ്റീവായിട്ട് കണക്കാക്കണ്ട, നമ്മൾ കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞതെല്ലാം നല്ല പോയിന്റുകളാണ്. ബട്ട് ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കണ്ടന്റിന്റെ ഇത്രയും കൂടുതൽ കാര്യങ്ങൾ പറയണ്ട, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാര്യം ബിസിനസ്സാണ്, ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കൈവച്ചു എന്നുള്ളതാണ്. അതായത് ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, ബിസിനസിന്റെ സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞു, ആര് ചെയ്യണമെന്ന് പറഞ്ഞു, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, മാർക്കറ്റിംഗ് പറഞ്ഞു, പിന്നെ സെയിൽസിൽ വരുന്ന പറഞ്ഞു, അക്കൗണ്ട്സ് പറഞ്ഞു. അപ്പൊ ഇത്രയും കണ്ടന്റ് ഇനി ക്രിയേറ്റ് ചെയ്യരുത്. നമ്മൾ പോയി വേറെ സ്ഥലത്ത് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിൽ ഊന്നി നിന്ന് അതിൽ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കുറെ കൂടെ ഓക്കെ, നല്ല താങ്ക് യു. ട്രെയിനർ ആവാൻ കഴിയും. കുറച്ചുകൂടെ അതായത് നമ്മുടെ അതിനകത്ത് ഒരുപാട് ഉണ്ട്. ഇത് ബിസിനസ് ആണല്ലോ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യെസ്, ബേസിക്കലി ആദ്യമായിട്ട് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് പറഞ്ഞു, നമുക്ക് എന്ത് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. പിന്നെ 2-3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകളിലേക്ക് രജിസ്റ്റർ ആവില്ല. ഞാൻ ബീങ് ഒരു ബ്രദർ എന്ന നിലയിൽ പറഞ്ഞു തരികയാണ്. Yeah, sure. Yeah. കണ്ടന്റ് കുറയ്ക്കും. ഞാനും ഇങ്ങനെ ആയിരുന്നു തുടക്കത്തിലൊക്കെ. ഞാനൊരു ട്രെയിനറാണ് ചെറിയ രീതിയിലൊക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് കണ്ടന്റ് പറയുമ്പോൾ ആൾക്കാരിൽ നമുക്ക് അറിയാലോ, പക്ഷെ നമ്മൾ വിചാരിക്കും ആൾക്കാർക്ക് എല്ലാം രജിസ്റ്റർ ആയിരുന്നു. പിന്നെ JC എവിടെ പോയി ട്രെയിനിങ് എടുത്താലും എല്ലാവരും അവസാനം പറയും അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയും. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില കറക്ഷൻസ് ഞാൻ മാത്രമാണ് നമ്മുടെ ഇതിനകത്ത് പറയുന്നത്. പിന്നീട് എനിക്ക് തന്നെ തോന്നുന്നു പറയണ്ടായിരുന്നു, പുള്ളിക്ക് മോശമായിട്ട്. ഇല്ല, മോശമായിട്ട് തോന്നല്ല, നല്ലതാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്രയും കണ്ടന്റ്. പക്ഷെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പറഞ്ഞതെല്ലാം വളരെ ഗംഭീരമായിരുന്നു. ഈവൻ ആ കാൽക്കുലേഷൻ പറഞ്ഞില്ലേ, പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ 25% പ്രോഫിറ്റിനല്ലേ സാധനം വിറ്റ്, എനിക്ക് മൊത്തം റവന്യൂ 20% പ്രോഫിറ്റ് കിട്ടിയല്ലോ എന്നൊക്കെ ചിന്തിക്കും. കാൽക്കുലേഷൻ തന്നെ നോക്കുമ്പോൾ നമുക്കത് അത്രയും കിട്ടിയില്ല എന്ന് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, എല്ലാം വളരെ ഗെറ്റായിരുന്നു. പക്ഷെ കണ്ടന്റുകൾ കുറച്ച് ആൾക്കാരിലേക്ക് കൂടുതൽ, അതല്ലേ നമ്മൾ അയ്യോ പറയുന്നത്. Yeah, yeah. അയ്യോയിൽ എത്തണ്ടേ നമ്മള്, അത് Yeah. നമ്മൾ എത്താൻ ശ്രമിക്കണം. ഓക്കെ, വെരി ഗ്രേറ്റ്. നല്ല തീർച്ചയായും. താങ്ക് നാളെ യു. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ, താങ്ക് യു. താങ്ക് യു. താങ്ക്സ്. താങ്ക് യു കബീർ സാർ. ഷെരീഫ് സാറ്, കബീർ സാറ് JCIയുടെ നല്ലൊരു ട്രെയിനറാണ്. അതോടൊപ്പം തന്നെ ലയൺസ് ഇന്റർനാഷണലിന്റെയും ട്രെയിനറാണ്, JLG കോർഡിനേറ്റർ ഒക്കെയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അടുത്ത ഫീഡ്ബാക്ക് ആരാ? വന്നോളൂ, മടിച്ചു നിൽക്കാതെ ഫീഡ്ബാക്ക് പറയാം. രജനി മാഡത്തിന് എന്തോ പറയാൻ ആഗ്രഹം ഉണ്ടല്ലോ. ഷിനു, ഗുഡ് മോർണിംഗ്. പറയും. ഷെരീഫിന്റെ വിഷയം ഷെരീഫ് സാർ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ് ആയതുകൊണ്ട് എത്രത്തോളം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഷെരീഫ് സാറിനെ അറിയുന്നത് കൊണ്ട് നന്നായി കാതോർത്തു. കബീർ സാർ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടും ബിസിനസ്സിനോട് അത്ര അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ടും നമ്മളിലേക്ക് അതിന്റെ കണ്ടന്റിനെ പറ്റിയല്ല, മറിച്ച് സാറിന്റെ പ്രസന്റേഷൻ നന്നായിരുന്നു. ബിസിനസ്സിനോട് ഇഷ്ടമുള്ളവർക്ക് ഒരുപക്ഷെ അതിനകത്ത് കൂടുതൽ രജിസ്റ്റർ ആവാൻ പറ്റിയിട്ടുണ്ടാവാം. എന്തായാലും മോശമില്ല, ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് അല്ലേ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു രജനി മാം. സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അമ്മിണിയാണ്, പുല്ലാമ്പാറയിൽ നിന്ന്. ഞാൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കയറാൻ ഇത്തിരി നേരം വൈകിപ്പോയി, എങ്കിൽ കൂടിയിട്ട് എനിക്ക് കിട്ടിയത് മുതലാണ്. ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൽ ഒത്തിരി സംതൃപ്തിയാണ്. ഓക്കെ, എനിവേ, താങ്ക് യു സാർ. താങ്ക് യു അമ്മിണി മാം, താങ്ക് യു വെരി മച്ച്. അമ്മിണി മാം എപ്പോഴും ഇതിന്റെ പകുതി ആകുമ്പോഴാണ് കയറാറ്, ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. രഞ്ജിത്ത് സാർ പറഞ്ഞോളൂ. ഷെരീഫ് സാർ, ഗുഡ് മോർണിംഗ്. സാർ വളരെ ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ. സാറ് പറഞ്ഞല്ലോ, വളരെ 4 കൊല്ലം കൊണ്ടാണ് സാറ് ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് വന്നതെന്നും, അപ്പൊ സാറിന്റെ ഈ ഒരു അവതരണം, ഈ ഒരു കോൺഫിഡൻസ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ അത് ഒരു അത്രയും കുറഞ്ഞ കാലം കൊണ്ട് വന്ന ആളാണെന്നും നമുക്കത് തോന്നുന്നില്ല കേട്ടോ. വളരെ നന്നായിട്ട് സാറിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കബീർ സാർ പറഞ്ഞ പോലെ ഇച്ചിരി കണ്ടന്റ്, അത് സാർ പറഞ്ഞത് എനിക്കത് തോന്നിയായിരുന്നു.
ബാക്കി സാർ പറഞ്ഞില്ല വെന്റിലേറ്റർ, അതൊക്കെ വളരെ നല്ലൊരു പ്രയോഗമായിട്ട് തോന്നി. 3 വർഷത്തിൽ എങ്ങനെ അതിനെ പരിപാലിക്കേണ്ടതും ഒക്കെ വളരെ നല്ല ഇതായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു രഞ്ജിത്ത് സാർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. കോട്ടക്കലിൽ നിന്ന് നമ്മുടെ എമർജിംഗ് ബിസിനസ്മാൻ ഷാദുലി ഉണ്ട്. കമോൺ ഷാദുലി. ഗുഡ് മോർണിംഗ് ഷെരീഫ് സാർ. അറിയോ? ഗുഡ് മോർണിംഗ്. അറിയാം. എന്താണ് ഞാൻ ഷെരീഫ് സാറെ നോട്ട് ചെയ്തെന്ന് വെച്ചാല് ആ വോയിസിന്റെ ഷാർപ്നെസ്സും എന്താ പറയാ, നമുക്കൊക്കെ എനർജി പകർന്ന അടിപൊളി സൗണ്ടാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ് ലീഡ് ചെയ്യുന്ന ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന് ആ മാനേജ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഒക്കെ ആ വോയിസ് കൂടി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അന്ന് 2-3 ദിവസത്തെ ഒരു സാവാസം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇതിൽ കയറുന്നുള്ളൂ. പക്ഷെ എന്റെ ഷെരീഫ് സാറെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്തായാലും ആ വോയിസ് ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ആണ്, നല്ല എനർജറ്റിക് വോയിസ് ആണ്, ഒരു പ്രേക്ഷകർക്ക് കോൺഫിഡൻസ് നൽകുന്ന നല്ലൊരു വോയിസ് ആണത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാദുൽ സാർ. താങ്ക് യു ഷാദുലി. കാണാം. താങ്ക് യു വെരി മച്ച്. ഇനി ആരാ? വിൻസെന്റ് സാർ, കൊച്ചിയിൽ നിന്ന് വിൻസെന്റ് സാർ. താങ്ക് യു മനോജ് സാർ. താങ്ക് യു സോ മച്ച്. ഷെരീഫ് സാറെ, ഞാനിത് ആദ്യ അവസാനം കേട്ടു. ഞാനൊരു ബിസിനസ്സുകാരനല്ല, പക്ഷെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എല്ലാം തീർച്ചയായിട്ടും ഞാൻ അഡ്വക്കേറ്റ് ആണ്. അങ്ങനെ കുറെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ബിസിനസ്സാണ്. പക്ഷെ എനിക്ക് ആ പ്രിൻസിപ്പിൾസ് എല്ലാത്തിനോടും എനിക്ക് തന്നെ വളരെ റെലവെന്റ് ആയിട്ട് തോന്നി, എന്റെ ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയി തോന്നി. അതുകൊണ്ട് നല്ല കോണ്ടന്റ് ആയിരുന്നു. ഒരിക്കലും കോണ്ടന്റ് ഞാൻ കൂടുതലാന്ന് പറയില്ല, കാരണം എനിക്ക് എല്ലാം ഫോളോ ചെയ്യാൻ സാധിച്ചു ഒരു പാർട്ടിസിപ്പന്റ് നിലയ്ക്ക്. താങ്ക് യു സോ മച്ച്. ഐ വെരി മച്ച് അക്നോളജ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അടുത്തതാരാ ഫീഡ്ബാക്ക് പറയുന്നത്? ശിവദാസ് സാറാണോ? പറയാം. ഗുഡ് മോർണിംഗ്. എന്നെ സംബന്ധിച്ച് ഒരു നല്ല സെഷൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ഒരു ബിസിനസ് നടത്തുന്നയാളാണ്. ബിസിനസ് എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടേഷൻ ആണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഞാനാണ് എൻ്റെ റേറ്റ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് വേറെ ആരുമല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ എന്താ പറയാ, എൻ്റെ ബിസിനസ്സുമായിട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു. മറ്റൊന്നുമല്ല, നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ശിവദാസ് സാർ. താങ്ക് യു. വിനോദ് സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാറേ. സെഷൻ നന്നായിരുന്നു. ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അതൊരു നല്ല ഇൻസ്പിറേഷൻ കിട്ടുന്ന ക്ലാസ് ആയിരുന്നു. അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നല്ല കൃത്യമായിട്ട് സാർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം. ഇല്ലെങ്കിൽ പറഞ്ഞോളൂ. ഷെരീഫ് സാർ, സൂപ്പർ സെഷൻ. കേൾക്കണില്ലേ ഷെരീഫ് സാറെ? കേൾക്കുന്നുണ്ട്. ഞങ്ങളൊരു അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ബാങ്ക് ഓടിയായിരുന്നു. ഫസ്റ്റ് ടൈമില് അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ അറിയാലോ ആ ബിസിനസ് എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ നിങ്ങക്ക്. അപ്പൊ ഇതുപോലത്തെ സെഷനും ഒക്കെ കേട്ടിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാന്ന് എനിക്കിപ്പോ മനസ്സിലായി. താങ്ക് യു സർ. താങ്ക് യു അഫ്സ മാം. താങ്ക് യു വെരി മച്ച്. ഒരു പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം വളരെ നല്ലതാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. രാധാകൃഷ്ണൻ സാർ പറയാൻ സാർ, ഗുഡ് മോർണിംഗ്. പ്രസന്റേഷൻ സാർ. എന്തായാലും നമ്മളെ ബിസിനസ്സാണെന്ന് അല്ലെങ്കിൽ പോലും ബിസിനസ്സിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരുന്നു. സാറിന്റെ പ്രസന്റേഷൻ വളരെ ഗ്രാൻഡ് ആയിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രാധാകൃഷ്ണൻ സാർ. താങ്ക് യു വെരി മച്ച്. ഫസീല പറഞ്ഞോളൂ. ഫസീല. സാർ, ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം. ഒരാളെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യാൻ
എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം. അതുകൊണ്ട് സാറ് പറഞ്ഞ ഓരോ പോയിന്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇനി പിന്നീട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് മനസ്സിലായി. അതുകൊണ്ട് അടിപൊളി സെഷൻ ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു ഫസീല, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അംബിക ടീച്ചർ പറയുന്നുണ്ടോ? താങ്ക് യു മനോജ് സാർ. ഷെരീഫ് സാറേ, നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പൊ നമ്മളൊന്നും ഈ ലേഡീസിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ബിസിനസ്സുകാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളും അങ്ങനെയൊന്നും ഉള്ള ആളല്ല. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്തു. കോണ്ടന്റ് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. സ്കില്ല് വേണം, പാഷൻ വേണം, ക്വാളിറ്റി വേണം. ഈ ക്വാളിറ്റിയിലൊക്കെ നമ്മുടെ ബിസിനസ്സുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയില്ല. എന്തായാലും അങ്ങനെയുള്ള ബിസിനസ് മാത്രമേ സക്സസ് ആവുള്ളൂ അല്ലേ? അതുപോലെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ആക്ടിവിറ്റി നമുക്ക് കിട്ടിയത്. അതൊരു നല്ല അറിവായിരുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു ഷെരീഫ് സാറേ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് അംബിക ടീച്ചറെ. ലേഡീസ് വിമൻസ് ബിസിനസ്മാൻ ധാരാളം ഉണ്ടല്ലോ. നമ്മുടെ ഷീല കൊച്ചൗസ്, പിന്നെ ബീന കണ്ണൻ, ശ്രുതി ശിബുലാൽ, സുപ്രിയ മേനോൻ, കുറെ പേരുണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ അനിയത്തിമാരൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഫീഡ്ബാക്ക് സാറേ ഞാൻ പറയാം. മധു സാർ പറഞ്ഞോളൂ. പൊതുവെ ഫീഡ്ബാക്കിൽ തന്നെ ആൾക്കാർ മുന്നോട്ട് വരാൻ ചെറിയൊരു മടി പോലെ തോന്നുന്നു. കാരണം ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ചെറിയൊരു മടിയുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ തന്നെ. പക്ഷേ എങ്കിൽ സാറിന്റെ സെഷൻ വളരെ നല്ലതായിരുന്നു. കാരണം ഇപ്പോഴത്തെ എല്ലാവരുടെയും ആഗ്രഹം എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഗവൺമെന്റ് ജോലി കണ്ടെത്തുക, ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത. പക്ഷെ ഇപ്പൊ പുതിയ തലമുറ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരെന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചെയ്തു തുടങ്ങുക. തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ തന്നെ സാലറി ആകുമ്പോൾ നിശ്ചിത എമൗണ്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ അതിലൊതുങ്ങി ജീവിച്ചു പോകേണ്ടി വരും. നേരെ മറിച്ച് ഒരു ബിസിനസ് ആകുമ്പോൾ അല്പം റിസ്ക് ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഇൻകം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുക. നമ്മളാണ് ഓരോ മാസം എത്ര രൂപ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുക. അതനുസരിച്ച് നമ്മൾ കഠിന പ്രയത്നം ചെയ്യുമെങ്കിൽ ബിസിനസ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും ശോഭിക്കാൻ പറ്റുന്ന നല്ലൊരു സംരംഭമാണ് ബിസിനസ്. തീർച്ചയായിട്ടും സാറിന്റെ ഈ സ്പീച്ച് കൊണ്ട് ഇപ്പം വലിയൊരു ബിസിനസ് അല്ലെങ്കിൽ പോലും ഇപ്പം മൊട്ടസൂചിയോ എയറോപ്ലെയിൻ വരെയുള്ള അങ്ങനെയുള്ള ഒത്തിരി അവസരങ്ങളുള്ള ബിസിനസ് അവസരങ്ങളുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലും ഒക്കെ ചെറിയൊരു പ്രേരണ നൽകുവാൻ തീർച്ചയായിട്ടും സാറിന്റെ സ്പീച്ചിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓവർ ടു ചെയർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഫീഡ്ബാക്ക് സെഷൻ അവസാനിപ്പിക്കാൻ നമുക്ക് ഇനി ആരുമില്ല. പിന്നെ ബിസിനസ്സും ജോബും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ വളരെ ഫണ്ണി ആയിട്ട് പറയുന്നത്, ജോബ് ആണെങ്കിൽ നമുക്ക് അലാറം വെച്ച് എഴുന്നേൽക്കണം, ബിസിനസ് ആണെങ്കിൽ അലാറം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതി. ആ ഒരു വ്യത്യാസമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സാർ, അടിപൊളി സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു സെഷൻ തന്നെ ആയിരുന്നു. ഇനി നമുക്ക് ഇതിന് ശേഷം ഒരു ക്വിസ് മത്സരം ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ആൻസർ ചാറ്റ് ബോക്സിലൂടെയാണ് രേഖപ്പെടുത്തേണ്ടത്. ഓരോ ആൻസർ ആദ്യം പറയുന്ന ആൾക്ക് 100 പോയിന്റ് കിട്ടും. അങ്ങനെ ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾ സ്റ്റാർ ഓഫ് ദ വീക്കും ഇന്നത്തെ ദിവസം വിന്നർ ആവുന്ന ആൾ സ്റ്റാർ ഓഫ് ദ ഡേ ആയിരിക്കും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു, തിങ്കൾ ചൊവ്വ കഴിഞ്ഞപ്പോൾ ഈ സാറിന്റെ ഫ്രണ്ട് ശ്രീജിന ടീച്ചർ 200 പോയിന്റ് ആയിട്ട് മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ആണുങ്ങളുടെ ഒരു ആധിപത്യമായിരുന്നു, ഫുള്ള് ആണുങ്ങളായിരുന്നു വിന്നേഴ്സ് ആയിരുന്നത്. പക്ഷെ ഇപ്പോൾ ടീച്ചറും ഇനിയിപ്പോൾ ടീച്ചറിന്റെ ഏതെങ്കിലും കൂട്ടുകാരികളൊക്കെ വിൻ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് ചോദിക്കുന്നത്. ആൻസർ ചാറ്റ് ബോക്സിലൂടെ മാത്രം മതി. നമ്മളുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യ ദിനം ഏത് വർഷം എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് അറിയാം. അതുപോലെ ഇപ്പോ ഈ വരുന്ന ആഗസ്റ്റ് 15 ഏത് വർഷമാണെന്ന് അറിയാം. ഈ 2 വർഷം കൂട്ടിയാൽ എത്ര തുക കിട്ടുന്നു? അതാണ് ഇന്നത്തെ ചോദ്യം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആൻസർ ചെയ്യാം. അതായത് 1900 എത്ര സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. 45ഓ 46ഓ 47ഓ അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അതും ഈ 2000 നിൽക്കുമ്പോ ഈ വർഷവും കൂടെ കൂട്ടിയാൽ എത്രയാണ് ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ തുക ഏതാണെന്ന് ചാറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി. അവരാണ് ഇന്നത്തെ വിന്നർ. കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിക്കാം. എന്റെ അസീസ് വിളംബരം 1973. എല്ലാരും അദ്ദേഹം എഴുതിയത് ശരിയാവണമെന്നും പറഞ്ഞ് ഫോളോ ചെയ്യണ്ട, ചിലപ്പോ തെറ്റാറുണ്ട്. അപ്പോഴത്തേക്കും ഒറിജിനൽ ഉത്തരം വന്നു കഴിഞ്ഞു. അല്ല, എനിക്ക് അത്ഭുതം തോന്നുന്നത്
എനിക്ക് അത്ഭുതം തോന്നുന്നത് ചിലര് ക്വിസ് മത്സരത്തിന് വേണ്ടി മാത്രം ഇതിലേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഇതുവരെ ഒരക്ഷരം മിണ്ടാതെ വീഡിയോയിലൊന്നും കാണാതെ നമ്മളുടെ ഇന്നത്തെ വിന്നർ അസീസ് അതെ അതെ വിളംബരമാണ്. കോട്ടക്കലിന്റെ അഭിമാനം. പത്രപ്രവർത്തന രംഗത്ത് ഏറെ വർഷത്തെ പാരമ്പര്യമുള്ള നമ്മളുടെ അസീസാണ് ഇന്നത്തെ വിന്നർ. 3973 റൈറ്റ് ആൻസർ. 1947 2026 കൂട്ടിയാൽ 3973. അതിലൊരു മാറ്റവും ഇല്ല. കൺഗ്രാറ്റുലേഷൻസ് അസീസ് ഭായ്, സ്റ്റാർ ഓഫ് ദ ഡേ. ഓക്കെ, അപ്പോ അസീസ് താങ്ക് യു ഭായ് മനോജ് സാർ. ഞാൻ എന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ വരാത്. എന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന്റെ ഈ ഇടയിൽ ഒരു വരാൻ പറ്റില്ല. വാക്ക് സംസാരിക്കാൻ ഉണ്ടാക്കിയ നേരം 1 മിനിറ്റ് എന്തായാലും സ്പെൻഡ് ചെയ്യുക. വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കും പ്രൈസ്. ഞാനാണ് പറയണ്ടേ? അസീസ് വിളംബരം. അല്ല പിന്നെ ആരാ പറയുന്നത്? നിങ്ങൾ ഈ ബിസിനസ്സുകാര് ഫീഡ്ബാക്ക് പോലും പറഞ്ഞില്ല. ബിസിനസ്സുകാര് ജയപ്രകാശ് സാറൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് എന്താ ഫീഡ്ബാക്ക് പോലും പറഞ്ഞില്ല. പിന്നെ ഓട്ടോടാക്സ് അസീസ് പറയുന്നത് എന്താ ഭായ്, ബുദ്ധിമുട്ട്? നമ്മുടെ പറഞ്ഞോളൂ. ട്രെയിനർ മാത്രം പുതിയ പേരുള്ളോ? ഷെരീഫ് KT. ബാക്കി ഡേ എല്ലാവരും ചില 900 സ്ഥിരം അസീസ് സാർ, കഥാപാത്രങ്ങൾ. 973 ട്രെയിനർ ഷെരീഫ് സാറ്. ബാക്കി എല്ലാവരും 973 അതെ 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 ആ അതെ ഓക്കെ. അതെ അതെ. താങ്ക് യു യു സ്റ്റാർട്ട്. സാർ. പറയട്ടെ, പറയാനായോ? യെസ് യെസ് 1 2 3 പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു മനോജ് സാർ. കുന്നത്ത് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു ഫ്ലോറിൽ എല്ലാവരുടെയും മനസ്സിന്റെ കുന്നത്ത് കയറിയിരിക്കുന്ന മനോജ് സാർ വളരെ മനോഹരമായാണ് ഈ ട്രെയിനിങ് സെഷൻ ഷെയർ ചെയ്തത്. അദ്ദേഹത്തിന് ആദ്യമായി ഞാൻ വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി ഹൃദയത്തിൽ നിന്നും അർപ്പിക്കുകയാണ്. അതിന് പുറമെ ഞാൻ നേരിട്ട് ഒന്നും കൂടുതൽ പറയുന്നില്ല. അതേപോലെ തന്നെ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ ബിസിനെസ് എന്നാണല്ലോ സാറ് അത് വളരെ കൃത്യമായി പറഞ്ഞു. എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു പോയിന്റ്, ഞാൻ ഇതുവരെ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ ഒരു സംരംഭം എന്തായാലും അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷെ അത് തീർത്തും ഇന്ന് തിരുത്തി തന്നു. ഒരു സൊല്യൂഷൻ, നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ഒരു പുതിയ അറിവായിരുന്നു. താങ്ക് യു സാർ. അതേപോലെ ഇന്നത്തെ ക്ലാസ് ഏറ്റവും മനോഹരമായി നല്ല വാക്കുകൾ കൊണ്ട് ഷാദുലി പറഞ്ഞ പോലെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു അദ്ദേഹം. പിന്നെ നല്ല ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും നമുക്ക് തന്നു. ഏതായാലും താങ്ക് യു സാർ. നല്ല മനോഹരമായ ഇത്രയും ഒരു കേരളത്തിന്റെ അകത്തും പുറത്തും വിദേശത്തു നിന്നും പല ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കുന്ന ഒട്ടനവധി മുത്തുമണികൾക്ക് ഏറ്റവും കുളിർമയുള്ള വാക്കുകൾ സമ്മാനിച്ച ഷെരീഫ് സാർക്ക് ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിന്റെ കോർഡിനേറ്റേഴ്സ്, അതിന്റെ ഫൗണ്ടർ, ഇതിന്റെ 2 ലോ പ്രസിഡന്റുമാര്, പിന്നെ ഇത് സാഗൂതം ശ്രദ്ധിക്കുന്ന എല്ലാ മുത്തുമണികൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ചെയർമാൻ, അതുപോലെ ഒന്ന് വെൽക്കംസ് പറഞ്ഞ ആളുകൾക്കും, പിന്നെ ഇന്നത്തെ വിജയ് ഒരു പാവപ്പെട്ട വിളംബര അസിസ്റ്റന്റ്, അദ്ദേഹത്തിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ല ദിവസം ആശംസിക്കുന്നു. നന്മ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അസീസ് ഭായ്, താങ്ക് യു. JCI കോട്ടക്കലിന്റെ അഭിമാനമായിട്ടുള്ള ഒരു മെമ്പറാണ്, വളരെ സീനിയർ ആണ്. വളരെ ഭംഗിയായിട്ട് തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. ഇനി മനോജേട്ടാ ഒരു പ്രിവിലേജ് നമ്മുടെ ഇതിനെ കുറിച്ചൊന്ന് പറയാം. പറഞ്ഞോളൂ. വേറെ ഒന്നുമല്ല, ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം വിടാൻ പറഞ്ഞു പോയി. സാറിന്റെ പറഞ്ഞതിൽ സാർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നതെങ്കിലും സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡന്റോട് കൂടിയാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ കബീർ ദാസ് സാർ ഉണ്ടല്ലോ, ഞാനൊക്കെ ഈ ഓൺലൈനിലാണ് സാറേ JCIന്റെ ഒരു സംഭവം ജോയിൻ ചെയ്തിട്ടില്ല. ഒന്നിലും ഞാൻ പ്രോഗ്രാമിലൊന്നും ആയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആയത് ഈ കോഫി ടോക്ക് എന്നാണ്. ഈ കബീർ ദാസിനെ പോലുള്ള സാറുമാര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറെ വാക്കുകളുണ്ടല്ലോ, അതിലൊരു സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. അത് എന്നെയും കൂടി ചേർത്തിട്ടാണ് അത് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാല് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ നമ്മൾ സെർവ് ചെയ്യേണ്ടത്, അതായത് സാറിന്റെ എന്ന് പറഞ്ഞാൽ വലിയൊരു സമുദ്രമാണ്. അതിൽ നിന്ന് നമുക്ക് ഓരോ തോട് അല്ല ഒരു പുഴ പോലെയായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് കാലം കൊണ്ടുപോകേണ്ട ഒരു ടോപ്പിക്കാണ് സാർ എടുത്തത് എന്നുള്ളതാണ് കബീർ ദാസ് നമുക്ക് പറഞ്ഞു തന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സന്തോഷം. താങ്ക് യു. ഓവർ ടു ചെയർ. താങ്ക് യു ഉസ്മാൻ ഭായ്. എന്തായാലും വളരെ മനോഹരമായ ഒരു സെഷൻ നമുക്ക് നൽകിയ ഷെരീഫ് സാറിനോടുള്ള നന്ദി വീണ്ടും പറയുകയാണ്. ഇനിയും ഈ സെഷനിലേക്ക് ഇനിയും വരണം. പിന്നെ നമ്മളുടെ ഈ കോഫി ടോക്കിന്റെ 1000 സെഷൻ അല്ലെങ്കിൽ 1000 ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. തിരൂരുള്ള
സാറിന്റെ സോൺ റിസോർട്ടിൽ വെച്ചിട്ട് ഈ വരുന്ന 12, 13 തീയതികളിലാണ്. വളരെ നല്ല പരിപാടികൾ, ബോട്ടിങ്ങും നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡും എല്ലാവിധ എന്റർടൈൻമെന്റും ഒക്കെ അടക്കം 12, 13 ദിവസങ്ങളിൽ, അതായത് രാവിലെ 12-ാം തീയതി രാവിലെ ഉച്ചയ്ക്ക് തുടങ്ങുന്നു. അടുത്ത ദിവസം ഒരു 5 മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല മനോഹരമായ ഒരു റിസോർട്ടിൽ തന്നെയാണ്, നല്ലൊരു വെന്യൂ ആണ്. അവിടുത്തെ മലപ്പുറത്ത് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും രജിസ്ട്രേഷന്റെ കാര്യമൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളുടെ എല്ലാ ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം റിസോർട്ടിൽ റൂമിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ റിസോർട്ടിൽ വരുന്നവർ, സ്റ്റേ ചെയ്യുന്നവർ ഒരു നിശ്ചിത എണ്ണമായി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JCA നിലമ്പൂർ, ഗോൾഡൻ വാലി ഡാഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽസ് എയർ അഡ്ജന്റ്. താങ്ക് യു ടു ഓൾ. താങ്ക് യു ഷെരീഫ് സാർ. സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് നോട്ട് ചെയ്യാം.